അതായത് നീ അവിടെ നിന്നാൽ മതി, നീ അതിനപ്പുറത്തേക്ക് നിൽക്കണ്ട. നീ ഏത് ചാനലാണെന്ന് ചോദിക്കുമ്പോൾ കൈരളി ന്യൂസ് ആണെന്ന് പറയുന്നുണ്ട്. അത് കേട്ടപ്പോഴേക്കും രാജീവ് ചന്ദ്രശേഖരന് വലിയ രീതിയിൽ കുരു പൊട്ടിക്കൊണ്ട് വലിയ രീതിയിൽ നീ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവഹേളിക്കുകയാണ്. ഒരു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള ആ പേരിൽ വേണമെങ്കിൽ ഈ രാജീവിനെതിരെ കേസ് കൊടുക്കാം. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ആ വാർത്ത ഒന്ന് കണ്ടു നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. നിങ്ങൾ മാധ്യമപ്രവർത്തകല്ല, നിങ്ങളുടെ ഏത് ചാനലാണ്? മതി അവിടെ ഇരുന്നാ മതി, നീ നിന്നാ മതി അവിടെ. ചോദിക്കരുത്, നിങ്ങൾ ചോദിക്കരുത്. ഇല്ല ഞാൻ മറുപടി തരില്ല. ഇന്നലെ ഒരു സൂയിസൈഡ് ചെയ്ത കൗൺസിലറാണ്, മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ നുണ പ്രചരിപ്പിക്കരുത്. പിന്നെ ഇല്ല ശുദ്ധ നുണയാണ്, പറ്റിപ്പാണ്. നിങ്ങൾ നുണ പറയുന്ന ചാനലാണ്, ഒരു നാണമില്ലാത്തൊരു ചാനലാണ്.